പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ലെസൺ 1 നമ്മൾ കവർ ചെയ്തത് എന്തൊക്കെയായിരുന്നു? ബേസിക് കൺസണൻസ്, ബേസിക് വവ്വൽസ്, അതുപോലെ തന്നെ കൺസണൻസും വവ്വൽസും കൂടെ ആഡ് ചെയ്ത് വരുന്നത് സിലബിൾസ്, അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെസൺ 1 കവർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലെസൺ 2 ആണ്. അപ്പോൾ ലെസൺ 2 നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഡബിൾ കൺസണൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, കൂട്ടക്ഷരം പഠിക്കുമല്ലോ മലയാളത്തിലൊക്കെ. അതുപോലെ ഡബിൾ കൺസണൻസ്, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട് വവ്വൽസ്, ഡിഫ്തങ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ. സോ അത് ഈ ഒരു ലെസൺ 2 നമ്മൾ കവർ ചെയ്യും. പിന്നെ ഫൈനലി ബേസിക് ആയിട്ടുള്ള ഫൈനൽ കൺസണൻസ്, അപ്പം അതും ഈ ഒരു ലെസൺ 2 കവർ ചെയ്യാം. അപ്പോൾ ഇത്രയും 3 ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത്. ഡബിൾ കൺസണൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കൺസണൻസ് പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? ഗ, ഡ, ബ, സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡബിൾ കൺസണൻസ് എഴുതുന്നത് നമ്മൾ 2 അക്ഷരം എഴുതുന്ന പോലെ, അത്രേ ഉള്ളൂ. ഇവിടെ അതിനൊക്കെ തന്നെ 2 അക്ഷരം എഴുതുക. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് ബ ആണ്, അപ്പം അത് ബ എന്ന് വരും. സിന് എസ് എന്ന് വരും. അപ്പോൾ ഇതാണ് ഡബിൾ കൺസണൻസ് എന്ന് പറയുന്നത്. ഡബിൾ എന്ന് പറയുന്ന വേർഡിന് കൊറിയനിൽ സങ് എന്ന് പറയും. സങ്. കൺസണൻസിന് ജാവും ജാവും എന്ന് പറയും. സങ് ജാവും എന്നാണ് ഡബിൾ കൺസണൻസിന് കൊറിയനിൽ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ 2 കാ വരുമ്പോൾ ഇക്ക് ക എന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഗ 2 വരുമ്പോൾ ഗ, ഗ എന്നൊക്കെയുള്ള പ്രൊനൗൺസിയേഷനാണ് വരുന്നത് കേട്ടോ. ബ്, എസ് എന്നൊക്കെയാണ് ആ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ലാസ്റ്റ് വരുന്ന ഒന്നാണ് ജ്, 2 ജെ, ജ്. അപ്പം ഈ കൺസണൻസ് ആണ് നമ്മൾ ഡബിൾ കൺസണൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡബിൾ കൺസണൻസ് പ്ലസ് വവ്വൽസ്. കൂട്ടക്ഷരങ്ങൾ വവ്വലുമായിട്ട് ചേരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഗ എഴുതാണ് കേട്ടോ. ജി ജി എന്നാണ് വായിക്കുന്നത്. ഗ. നമ്മൾ ഓൾറെഡി 5 കൺസണൻ ഡബിൾ കൺസണൻസ് ആണ് എഴുതിയത്. ഏതൊക്കെയായിരുന്നു? ഗ. നെക്സ്റ്റ് വരുന്നത് അത് ഡ അല്ലേ, ഡ, ഡ് എന്ന് പറയുന്നത്. ബ, സ്, ജ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. ഡബിൾ കൺസണൻസിൻ്റെ കൂടെ വവ്വൽസ് വരുമ്പോൾ എങ്ങനെ? നമ്മൾ കാ, കാ, കി, കി, കൂ, കൂ എന്നൊക്കെ എഴുതത്തില്ലേ, അതുപോലെ. ഇവിടെ നോക്കിക്കേ, ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഞാൻ വായിക്കാം. ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ നോക്കണം. ഞാൻ ഡബിൾ കൺസണൻ്റ് ആണ് എഴുതിയിരിക്കുന്നത്, കൂടെ വവ്വൽസ് ആണ് എഴുതി പോകുന്നത്. നമ്മൾ പഠിച്ചു ആ, യോ, യു എന്നൊക്കെ പഠിച്ചില്ലേ. ഞാൻ അതാണ് അതിൻ്റെ കൂടെ എഴുതുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എഴുതുന്ന രീതിയൊക്കെ വളരെ എളുപ്പമാണ്. വവ്വൽസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇത് ഡബിൾ കൺസണൻസ് പ്ലസ് വവ്വൽസ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റിൽ ഗ, ഇഗ്യ, ഗോ, ഗ്യോ, ഗി, ഗ്യോ, 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 ഗ്യൂ. നെക്സ്റ്റ് ഡബിൾ കൺസണൻ്റ് നമുക്ക് നോക്കാം. ഡ, ഡ വരുന്നത് ഞാൻ എഴുതി നോക്കിക്കോ. കൺസണൻ്റെ കൂടെ ആ വവ്വൽസ് എഴുതുന്ന കണ്ടില്ലേ? ഡ, ഡ്യ, ഡ്യോ, ദ്യോ, ദി, ദ്യോ, ദിയോ, ദ്യു, ദ്യൂ, ഡ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇനി ഒരു എക്സാമ്പിളോട് എഴുതാം. ബ, ബ എന്ന് വരുന്നില്ലേ, അത് വെച്ചിട്ട് ബ, ബ്യ, ബോ, ബ്യോ,
ബി, ബോ, ബ്യോ, ബൂ, ബ്യു, ബ്. ബാക്കിയും അങ്ങനെ തന്നെയാണ് എഴുതുന്നത്, പക്ഷേ പ്രൊനൗൺസിയേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഞാനത് എഴുതിയിട്ടുണ്ട്, അത് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ. ഇനിയുള്ളത് കോംപ്ലക്സ് വൗവൽസ്. കുറച്ച് ടഫായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ഏകദേശം നമ്മൾ പറയുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. അപ്പോൾ ഇതുപോലാണ് എഴുതുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കൺസണൻറ്റിന് നെക്സ്റ്റ് ആയിട്ടായിരിക്കും വവ്വൽ വരിക. ഒരു കൺസണൻറ്റ് നെക്സ്റ്റ് വവ്വൽ വരും. പറയുമ്പോൾ എ, 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 എ എന്ന് പറയും. നെക്സ്റ്റ് വരുന്നതാണ് വേ, വേ, വാ. നെക്സ്റ്റ് വരുന്നത് എഗെയിൻ വേ എന്ന് പറയും. 2 സ്ട്രോക്ക് വരും അവിടെ. നെക്സ്റ്റ് വി, അടുത്തത് വോ, അടുത്തത് സെയിം വേ, ലാസ്റ്റ് വന്നിട്ട് ഞാൻ 2 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് വരുന്നത് എ, ബേക്ക് എന്നൊക്കെ പറയുമ്പം എ വരുന്നില്ലേ, അതാണ് അവിടെ സൗണ്ട് വരിക. നെക്സ്റ്റ് എ, പിയാനോ, പിയാനോ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് വെറും എ, സെറ്റ്, എ, സെറ്റ്. നെക്സ്റ്റ് എ, യെസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് വേ, വെറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് ആ സൗണ്ട് വരുന്നത്. അടുത്തത് വാ, വാണ്ട് എന്ന് പറയുന്ന വേർഡിനാണ് ആ ഒരു വവ്വൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എ, 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 വേ, വാ. അതാണിപ്പോൾ ഞാനവിടെ എഴുതിയിരിക്കുന്ന വവ്വൽസ്, കോംപ്ലക്സ് വവ്വൽസ്. നെക്സ്റ്റ് വരുന്നതാണ് വേ, വി, വോ, വേ, ഉയ്. വെയ്റ്റ്, വീക്ക്, വുമൻ, വെൽ, ബോയ് എന്ന് പറയുന്ന സൗണ്ടാണ് ഈ ഒരു കോംപ്ലക്സ് വവ്വൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. വേ, വി, വോ, വേ, ഉയ്. അടുത്തത് കൺസണൻസും ഈ കോംപ്ലക്സ് വവ്വൽസും കൂടെ എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് നോക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതാം, നിങ്ങളത് നോട്ട് ചെയ്ത് എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്കത് ഒരുമിച്ച് വായിക്കാം. ഫസ്റ്റത്തെ ഗ, രണ്ടാമത്തത് അറിയാം മ ആണ്, അതിൻ്റെ കൂടെ എ വന്നിട്ട് മാ. നെക്സ്റ്റ് ജി, വി ആണ് വന്നത്. സോ അത് വായിക്കുന്നത് ഗമാഗ്വി, ഗമാഗ്വി എന്നൊക്കെ പറയും. അത് ക്രോ, കാക്കയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവർ, ആ മീനിങ്. നെക്സ്റ്റ് എഴുതിയിരിക്കുന്ന നോക്കിക്കേ, ഡോ, ദാ, ഷി, ദോ, ദാ, ഷി. നെക്സ്റ്റ് ഒരെണ്ണം നോക്കാം, എഴുതുന്നത് ശ്രദ്ധിക്കാം. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ, ഗ ആണ് എഴുതിക്കുന്നത്. പിന്നെ വ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വവ്വലാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഡ, ഗ്യോദ, ഗ്യോദ, പിയസ്, ഗോദ. നെക്സ്റ്റ് ഒരോടെ നോക്കാം, സായാണ് എഴുതിക്കുന്നത്. സ്, സ് എന്ന് പറയുന്ന ഉച്ചാരണമാണ് ദ, സ് ദ, സ് ദ എന്ന് പറയും. അതായത് റൈറ്റ് അല്ലെങ്കിൽ വേറിനാണ് അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് ഒരെണ്ണം കൂടി എഴുതാം, ഗ, അവിടെ നോ സൗണ്ടാണ്. ഇത് ഇങ്ങനെ വായിക്കാം, വ്യൂ, എന്നൊക്കെ പറഞ്ഞ സൗണ്ട് അവിടെ വരുന്നുണ്ട്. വി, വ്, ഗവ്, ഗവ്, വി. സിസേഴ്സിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ അവിടെ ഇയുങ് എഴുതിക്കുന്നത് നോ സൗണ്ട്. അപ്പോൾ താഴത്തെ നോട്ട് യു എന്ന് വായിക്കും. ദെൻ സായാണ്, യുസ, യുസ, ഡോക്ടർ. നെക്സ്റ്റ് ഒരു ഇയുങ് ആണ് എഴുതിക്കുന്നത്, നോ സൗണ്ട്.
നമുക്കെങ്ങനെ വായിക്കുന്നത്? ഓൾറെഡി ഇവിടെ എഴുതിക്കുന്നത് വ ആണ്. നെക്സ്റ്റ് ഇ വരും. ലാസ്റ്റ് ഇരിക്കുന്നത് ടി ആണ്, വവ്വൽ യു എച്ച്. അപ്പോൾ എങ്ങനെ വായിക്കുക? വീതോ, വീതോ. വാട്ടർ അല്ല സോറി, വെയിറ്ററിനെയാണ് അങ്ങനെ പറയുന്നത്, വീതോ, വെയിറ്റർ. സെയിം ഒരു ഇത് കിട്ടുന്നുണ്ടല്ലേ. ലാസ്റ്റ് ഒരെണ്ണം കൂടെ എഴുതാം. എഗെയിൻ ജി, ഡബ്ല്യു എ ആണ് അവിടെ വരുന്ന വവ്വൽ. വാ, ഗ്വാഗ്, ഗ്വാഗ്, ഗ്വാഗ്. ദ പാസ്റ്റ് അതിനെയാണ് ഗ്വാഗ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.